ഓണവിശേഷങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഗായ്സ്. ഇത് ചേച്ചിയുടെ ഡാൻസ് ഉണ്ടായിരുന്നു. ചേച്ചിയുടെ ഓണത്തിന് വായനശാലയിൽ, അവരുടെ അവിടുത്തെ വായനശാലയിൽ ചേച്ചിയുടെ ഡാൻസ് എല്ലാ വർഷവും ഉണ്ടാവും. അപ്പോൾ ഞങ്ങളതൊക്കെ കാണാനായിട്ട് അങ്ങോട്ട് പോയെടുക്കണം കേട്ടോ. അപ്പോൾ ചെന്ന ഉടനെ അവിടെ ഇങ്ങനെ വട്ടക്കളിയും വീരനാട്യമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ചേച്ചിയുടെ ഡാൻസും ഉണ്ടായി. പിന്നെ അത് കഴിഞ്ഞ് ആരാധ്യ ഒരു പാട്ടൊക്കെ പാടിയിട്ടാ. ആരാധ്യക്ക് നല്ല ഇഷ്ടം, സ്റ്റേജ് കണ്ട അപ്പം കയറണം. അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഓണത്തിന് എവിടേക്കെങ്കിലും അതൊക്കെ ഒന്ന് കണ്ടാലും നമുക്ക് ആ ഓണത്തിൻ്റെ വൈബ് കിട്ടുള്ളൂ. വീട്ടിലിരുന്നിട്ട് എന്താ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കണം കേട്ടോ. എന്തായിരുന്നു, ചിക്കൻ കറിയും ബട്ടൂറായിരുന്നു കേട്ടോ. പിള്ളേഴ്സൊക്കെ അതേ ടി വി ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് വിശക്കണില്ല പറഞ്ഞാൽ ബട്ടൂറയ്ക്കൊക്കെ കുഴച്ച് കുറച്ച് സമയം വേണമല്ലോ. അപ്പോൾ ഞാൻ ബട്ടൂറയ്ക്കൊക്കെ സെറ്റാക്കി ഇങ്ങനെ വച്ചിട്ടുണ്ട്. അപ്പോഴേക്കും പ്രേക്ഷേട്ടനെ വിശക്കണമെന്ന് പറഞ്ഞിട്ട് ബട്ടൂറായപ്പോൾ തന്നെ പ്രേക്ഷേട്ടൻ തിന്നാൻ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. പിള്ളേഴ്സൊക്കെ അതേ പിന്നാലെ ബട്ടൂറായോടുകൂടി എല്ലാവർക്കും വിശന്ന് തുടങ്ങിയിട്ട്. അതുവരെ ആർക്കും വിശന്നിരുന്നില്ല. ബട്ടൂറ സെറ്റായോടുകൂടി എല്ലാവർക്കും വിശന്ന് തുടങ്ങി. പ്ലേറ്റ് ടേബിളും വയ്ക്കാനൊന്നും നേരമില്ലാണ്ട് അടുക്കളയിൽ തന്നെ പോയിട്ട് എല്ലാവരും കഴിച്ചു തുടങ്ങിയിട്ടാ. അതേ നല്ല ചൂട് ചിക്കൻ കറി ഇങ്ങനെ തിളക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കഴിക്കാണ്ടിരിക്കുമോ. അങ്ങനെ ദേ ബട്ടൂറൊക്കെ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ സെറ്റാക്കുക. ഇങ്ങനെ വലിപ്പത്തിൽ റൗണ്ടായിട്ട് അങ്ങനെ ഇതാക്കില്ല. ഇങ്ങനെ മൊത്തത്തിൽ റൗണ്ടായിട്ട് വലിയൊരു ഉണ്ടയാക്കിയിട്ട് മൊത്തത്തിൽ റൗണ്ടാക്കിയിട്ട് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ വെട്ടിയെടുക്കണം കേട്ടോ ചെയ്യുക. ഇങ്ങനെ വലുതാക്കി പരത്തും. എന്നിട്ട് ഞാനിങ്ങനെ വെട്ടിയെടുക്കും. അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് എല്ലാവർക്കും ആവണ പോലെ പെട്ടെന്നാവട്ടെ. അപ്പോൾ പിള്ളേഴ്സ് അച്ഛന് പ്ലേറ്റൊന്നും കിട്ടില്ല. അപ്പോൾ അച്ഛൻ എന്തോ ഒരു പാത്രമൊക്കെ എടുത്തിട്ട് അതിലൊക്കെയാണ് അച്ഛൻ കഴിക്കണത്. അങ്ങനെ ചേച്ചി ഇതേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഓരോ ലോഡ് ഇങ്ങനെ ആകുമ്പോഴേക്കും പിള്ളേഴ്സ് പിന്നെയും കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കട്ടെ. വിശക്കാത്ത പിള്ളേർക്കൊക്കെ വിശന്ന് തുടങ്ങി ഗൈസ്. അങ്ങനെ ഞാനാണ് ഈ ബട്ടൂരൊക്കെ ഉണ്ടാക്കണതിൽ ഇവിടെ സ്പെഷ്യലിസ്റ്റ് കേട്ടോ. ഞാനാണ് സ്പെഷ്യൽ റെസിപ്പീസൊക്കെ ഞാനാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലൊക്കെയാണ് ആക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. ബട്ടൂര ഇതുപോലെ ഇങ്ങനെ ആക്കി നമുക്ക് പെട്ടെന്നാവി. അപ്പോൾ അതേ അച്ഛനും കഴിക്കുന്നുണ്ട്, പിള്ളേഴ്സും ഒക്കെ കഴിച്ചിട്ട് കിടക്കട്ടെ. അപ്പോഴും പ്രേക്ഷയുടെ ഫസ്റ്റ് ഇരുന്നാൾ ഇതുവരെ എനിച്ചിട്ടില്ല കേട്ടോ ഗൈസ്. അവിടെ പ്രേക്ഷയുടെ എല്ലാ ഭക്ഷണം കഴിക്കണമെങ്കിൽ ആസ്വദിച്ച് പതുക്കെ ഇരുന്നിട്ടേ കഴിക്കുള്ളൂ. വീട്ടിലെ അങ്ങനെ ഫുഡ് കഴിക്കാനൊന്നും എപ്പോഴും ഉണ്ടാവാറില്ലല്ലോ. ഓട്ടോ ഓടിക്കാൻ പോയാൽ വല്ലപ്പോഴാണ് വീട്ടിൽ നിന്ന് ഭക്ഷണം. അങ്ങനെ അവർ അതൊക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ പിള്ളേരൊക്കെ വേണ്ടി ചിറയിൽ കുളിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ പിള്ളേഴ്സിന് എല്ലാ വർഷവും പൂരത്തിന് ഓണത്തിനും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കുളിക്കാൻ കൊണ്ടുപോകും. ഞങ്ങളുടെ അവിടെ ചിറയുണ്ട്. ഞാനൊരു വീഡിയോയിൽ അതൊക്കെ ഉൾപ്പെടുത്താട്ടോ. ഞങ്ങൾ ജനിച്ച് വളർന്ന കാക്കശ്ശേരിയിലുള്ളതാണ് കേട്ടോ ആ ചിറ. അപ്പോൾ ചിറയിൽ കുളിക്കാനായിട്ട് പിള്ളേഴ്സിനെ കൊണ്ടുപോകട്ടോ. അപ്പോൾ അച്ചാച്ചാ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിള്ളേർ ശല്യം ചെയ്യും. അങ്ങനെയുണ്ട് കൊണ്ടുപോയത്. അങ്ങനെ തന്നെ ഞങ്ങളുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു. ഞങ്ങളുടെ മാമൻ്റെ മോനാണ് കേട്ടോ, നികിഷേട്ടനും ശില്പേച്ചിയും. അപ്പോൾ ശില്പേച്ചിയുടെ താഴെയുള്ള ഞങ്ങളുടെ കുഞ്ഞു കുട്ടിയാണ് കേട്ടോ. ഞാൻ ഇതിന് മുമ്പേ വ്ളോഗിലൊക്കെ ഉണ്ണീനെയൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളും എല്ലാവരും അമ്മായിനെ കാണാണ്ട്, എൻ്റെ അമ്മ കേട്ടോ, അവരുടെ അമ്മായി. അപ്പോൾ അമ്മായിനെ കാണാനായിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇന്നലെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ തിരുവോണത്തിന് അന്നൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇത് കാണാൻ പറ്റാത്ത കാരണം നീശേട്ടൻ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ. നീശേട്ടനും ശില്പേച്ചിയും 3 കുട്ടികളാണ് കേട്ടോ. അതിൽ ഏറ്റവും താഴെ ഉണ്ണിയാണ് കേട്ടോ. അങ്ങനെ അവരും ഉണ്ണീനെ എടുത്തിട്ട് ആരാധ്യമോളൊക്കെ നടക്കുക കേട്ടോ. ചെറിയ കുഞ്ഞുണ്ണിയാണ്. അപ്പോൾ ആരാധ്യമോൾക്ക് എടുക്കാനൊക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ പ്രേക്ഷേട്ടൻ വന്നിട്ട് നീശേട്ടനൊക്കെ പറയുന്നുണ്ട്. നീശേട്ടനോടൊക്കെ പ്രേക്ഷേട്ടൻ വീട്ടിൽ പോയി പെരുവല്ലൂർക്ക് പോയി എടുക്കുമായിരുന്നു. അപ്പോൾ വരുമ്പോഴാണ് ഇവർ വന്നത് കാണുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വന്നതാട്ടോ. അവർ വന്നൊരു സന്തോഷം കേട്ടോ. നീശേട്ടനും ശില്പേച്ചിയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ എല്ലാതും അമ്മായി ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയാട്ടോ. അവരോട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സംസാരിക്കുക. അമ്മ മാമൻ്റെ മോനാണേ. അപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഉണ്ണീനെ മാറി എല്ലാവരും എടുക്കുക. ഏറ്റവും താഴെ ചെറിയ കുഞ്ഞല്ലേ. അങ്ങനെ അവരൊക്കെ ഞങ്ങളോടൊക്കെ യാത്ര പറഞ്ഞ് അവർ പോവാണ് കേട്ടോ. അവർ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവർക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് അവരിങ്ങോട്ട് അമ്മായിനെ കാണാനായിട്ട് ഞങ്ങളെല്ലാവരും കാണാനായിട്ട് വന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ ടാറ്റ കൊടുക്കുക എന്നൊക്കെ പറയാം കേട്ടോ കുഞ്ഞുകുട്ടിയോട്. അപ്പോൾ കുഞ്ഞുകുട്ടി ടാറ്റ ചിലവരിൽ മാത്രം വരും കേട്ടോ. ആരാധ്യ മോഡൽ ഒക്കെ പോകുന്നുണ്ട്, ചിലവരിൽ പോകണില്ല കേട്ടോ. ചിലർക്ക് ഇങ്ങോട്ട് മറിഞ്ഞ് കിടക്കും. ഇനി അമ്മ അച്ഛനും പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോയി അപ്പുറത്തേക്ക് തന്നെ ഇതൊക്കെ ആവുക കേട്ടോ. അങ്ങനെ കാറുമൊക്കെ ഇരുത്തിയപ്പോൾ ചിരിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ശില്പേച്ചിന് സ്ഥിരം കിട്ടുന്നില്ല. ശില്പേച്ചി ജോലി ഉണ്ട്. അപ്പോൾ സ്ഥിരം ശില്പേച്ചിനെ കിട്ടുന്നില്ല. അപ്പോൾ ശില്പേച്ചിനെ കാണുമ്പോൾ കുഞ്ഞ് ആരുടെ അടുത്തേക്കും പോകാണ്ടിരിക്കുക കേട്ടോ. ഇടയ്ക്ക് വല്ലപ്പോഴല്ലേ വീട്ടിലുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഞങ്ങളോടൊക്കെ പറഞ്ഞ് പോവാണ് കേട്ടോ. നേരെ അവർ വീട്ടിലേക്കാണ് പോണത്. അപ്പോൾ 2 പേർക്കും ജോലിയുള്ളവരാ. അപ്പോൾ ഫുൾ ടൈം ജോലിയിലാവും. ഇപ്പോൾ ഇങ്ങനെ കിട്ടണ 2-3 ദിവസത്തെ ലീവാണ് അവർക്ക്. ഇങ്ങനെ എല്ലാവരും ഒന്ന് വന്ന് കാണാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ആദ്യമോൻ കുറച്ച് ഫോട്ടോസൊക്കെ പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു ഹാളിൽ അച്ഛൻ.
അതൊക്കെ അവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യിക്കട്ടെ. ആ നേരം കൊണ്ട് ഇതേ ഫുഡ് കഴിക്കാനായിട്ട് അമ്മ ഇലയൊക്കെ ഇട്ട് ഫുഡൊക്കെ കഴിക്കാൻ എല്ലാ സാധനങ്ങളും സെറ്റാക്കിയിട്ടാ. കറി ചിക്കൻ കറി, മീൻ കറി, പിന്നെ പരിപ്പ് മുരിങ്ങക്കായും കറി, പിന്നെ ഇന്നലത്തെ ഓലൻ കാള ഇഞ്ചുമുളി അച്ചാറ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കട്ടെ. അപ്പം അമ്മ എല്ലാവരും വിളിക്കുന്നുണ്ട് വായ വായ വായ. അപ്പം പിള്ളേഴ്സൊക്കെ അപ്പുറത്ത് കളിക്കുക. അപ്പം അവരൊന്നും വന്നില്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ സിനിമയ്ക്കൊന്നും പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പം എല്ലാവരും റെഡിയായി ഇതേ കാറിലൊക്കെ കയറി സിനിമയ്ക്ക് പോകണം. അപ്പം എല്ലാവരും അടക്കി ഇരിക്കണം കേട്ടോ. കാറിൽ എല്ലാവർക്കും കറക്റ്റ് ഇരിക്കാനുള്ള സ്പേസ് ഇല്ല. എല്ലാവരും ബടിയിലൊക്കെ ആയിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. അങ്ങനത്തെ ഞങ്ങൾ പാവർട്ടിയിലേക്കാണ് സിനിമയ്ക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ എത്തി ഹൃദയപൂർവ്വം ഫിലിമിനാണ് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ല സിനിമയെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ താഴെ അണ്ടർഗ്രൗണ്ടിലൊക്കെ പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ അതിനപ്പുറത്തെ സൈഡിലുണ്ടായിരുന്നു. അവിടെയൊക്കെ ഞങ്ങൾ പാർക്ക് ചെയ്തിട്ട് പോകട്ടെ. ചേച്ചിയുടെ അമ്മയൊക്കെ ഉണ്ട് അവിടെ. എൻ്റെ അമ്മ ഇല്ല, എൻ്റെ അമ്മ ചേച്ചിയുടെ കൂടെ സിനിമയ്ക്ക് പോയിട്ടാണ്. അവർ ലോക കാണാനാണ് പോയിട്ടുള്ളത്. അപ്പോൾ ചേച്ചിയുടെ അമ്മ മാത്രമല്ല പിന്നെ ഉള്ളത്. അപ്പോൾ ചേച്ചിയുടെ അമ്മേനെയും ഒക്കെ വിളിച്ചിട്ട് ഞങ്ങളിത് അവിടെ എത്തി. അപ്പോഴും ചേച്ചിയും ദിലീപേട്ടനൊന്നും എത്തിയിട്ടില്ല കേട്ടോ. ചേച്ചി ദിലീപ് 2 പേര് ബൈക്കുമ്പോഴായിരുന്നു. അപ്പോൾ അവരൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ അവരെ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. സിനിമ കയറാറായിട്ടില്ല. ഒരു 10 മിനിറ്റും കൂടിയും ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ ഇവരെ കാണാനില്ല. നോക്കുമ്പോൾ അതൊക്കെ പാർക്ക് ചെയ്തിട്ട് അവരും വരുന്നുണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാം ഫുള്ളായിരുന്നു. താഴത്തെ റോയടക്കം ഫുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സ്ക്രീൻ 1ലും സ്ക്രീൻ 2 ഉണ്ട് ആ തിയേറ്ററിൽ. അപ്പോൾ സ്ക്രീൻ 2 ലോഗിൻ, സ്ക്രീൻ 2 ഹൃദയപൂർവ്വം 1 ലോഗിൻ നടന്നിരുന്നു. അപ്പോൾ അമലും അനയൊക്കെ ലോഗയ്ക്ക് കയറി. ഞങ്ങളെല്ലാവരും ഹൃദയപൂർവ്വം ഫിലിമിനും കയറി. അങ്ങനെ കാണാനൊക്കെ ഇരിക്കട്ടെ. അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴേക്ക് തലവേദന എടുത്തിട്ട് ഞാൻ കിടന്നു ഗൈസ്. അങ്ങനെ പിന്നൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇത് പിറ്റേ ദിവസം രാവിലെ ഇഡ്ഡലിയും സാമ്പാറും, പിന്നെന്താ ദോശ, പഴം പുഴുങ്ങിയത് മസ്റ്റാണല്ലോ. അപ്പോൾ അതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇരിക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ സനിച്ചേട്ടനൊക്കെ കേട്ട് ആ ചേച്ചി നല്ല വർത്താനത്തിലാണ്. അപ്പോൾ വീട്ടിൽ വന്ന് അടിച്ചോരി വന്ന് വീട്ടിലെ പണിയൊക്കെ ചെയ്യേ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ വിളിക്കുന്നുണ്ട്. അമ്മയും വിളിക്കുന്നുണ്ട് വന്ന് ടിഫൻ കഴിക്കുക അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴേക്കും ചേച്ചിക്ക് ഒരു കൊറിയർ ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു. അപ്പോൾ അത് നോക്കിയായിരുന്നു കേട്ടോ. അത് നല്ലൊരു ഡ്രസ്സായിരുന്നു. 400 സംതിങ് രൂപയെ വരണുള്ളൂ. പക്ഷെ നല്ലൊരു ടോപ്പായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കളറും 400 രൂപയ്ക്ക് നമുക്ക് മസ്റ്റായിട്ട് വാങ്ങിക്കാൻ പറ്റണത്. അത്രയല്ല റേറ്റ് വരണുള്ളൂ. ഇതിലൊരു ഷോളും വരുന്നുണ്ട്. അടിയിൽ നമുക്ക് പാൻറ്റ്സ് ഇടണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ നമുക്ക് ചെറിയ ട്രൗസേഴ്സൊക്കെ ഇല്ലേ നമ്മുടെ മുട്ടുവരൽ അത് വരലത് ഇടാം. അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയില്ലേ, നല്ല സൂപ്പറായിട്ടുണ്ട്. പ്രത്യേക തരം കളറും ചേച്ചിക്ക് നല്ല ഇഷ്ടമായിട്ട്. ചേച്ചിക്ക് നമ്മുടെ ഈ അരയുടെ ഭാഗം ചെറുതായിട്ടൊന്നും പിടിക്കേണ്ടി വരും. ചേച്ചി മീഡിയം എടുക്കുക, ഞാൻ സ്മോളാണ് എടുക്കാറ്. അപ്പോൾ കണ്ടോ നല്ല ഭംഗിയുണ്ട്. 467 രൂപയ്ക്കായിരുന്നു. നിങ്ങൾ നോക്കുമ്പോൾ അറിയില്ല, ഫ്ലിപ്കാർട്ടിലാണ് കേട്ടോ. അപ്പോൾ ആ അമ്മ അവിടെ അടിച്ചു വരാനൊക്കെ വന്നപ്പോൾ അമ്മയ്ക്കും കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെ ഉണ്ട് ഇതെന്ന് വെച്ചിട്ട്. അപ്പോൾ അമ്മയ്ക്കും നല്ല ഇഷ്ടമായിട്ടാണ്. ഈ റേറ്റിന് നല്ല ഇതാണല്ലോ. അപ്പോൾ ചേച്ചി നല്ല ഫോട്ടോഷൂട്ടില്ല അങ്ങോട്ട് ഇതാക്കുക. അപ്പോൾ ഈ ഭാഗമൊക്കെ പിടിക്കണം എന്നൊക്കെ ചേച്ചി പറയട്ടെ. നല്ല ഡ്രസ്സാണ് കേട്ടോ. ഷോളും ഉണ്ടല്ലോ കണ്ട ഗൈസ്. ഇതിൻ്റെ സൈഡിൽ ചെറുതായിട്ടൊന്ന് ചേച്ചിക്ക് പിടിച്ചാൽ ഇത്തിരിയും കൂടിയും ഭംഗിയുണ്ടാവും. പിടിക്കണമെങ്കിൽ പിടിക്കാൻ മാത്രമല്ല. അപ്പോൾ കുഞ്ഞുട്ടൻ പറയേണ്ടത് പിടിക്കേണ്ടതെന്ന്. അങ്ങനെ കുഞ്ഞു സിനിമയ്ക്ക് പോകാനായിട്ട് ലോക കാണാൻ വേണ്ടിയിട്ട് കുഞ്ഞു ഹൃദയപൂർവ്വത്തിന് ഞങ്ങളുടെ കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞു പിറ്റേ ദിവസം ഫ്രണ്ട്സിൻ്റെ കൂടെ ലോക കാണാൻ വേണ്ടിയിട്ട് പോകാനിരിക്കുക കേട്ടോ. അവർക്ക് ഗുരുവായൂരാണ് കിട്ടിയിട്ടുള്ളത്, ബുക്കിംഗ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ വിളിച്ചപ്പോൾ ശരി അമ്മ ഞാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവൻ പോകാനായിട്ട് റെഡിയാകും. അപ്പോൾ അവനും ചേച്ചി ഇത് കണക്ക് ചേച്ചി ഇതിൻ്റെ ഷോ കഴിഞ്ഞിട്ടില്ല ഗൈസ്, ഇത് എങ്ങനെയുണ്ട് അതെങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കട്ടെ. അങ്ങനെ കുഞ്ഞു ഞങ്ങളോട് ഒക്കെ പറഞ്ഞിട്ട് കുഞ്ഞിനോട് ഞാൻ ടാറ്റതായോ അവൻ കാണിച്ചു താട്ടാ അത്. അങ്ങനെ അവൻ ബസ്സിലാണ് പോണത്. അപ്പോൾ ഇങ്ങനെ ഗുരുവായൂർക്ക് ഒറ്റയ്ക്ക് പോയിട്ടില്ല ഇതുവരെ. അപ്പോൾ ഗുരുവായൂർക്ക് എങ്ങനെ ഇവിടുന്ന് പോവാന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പാങ്ങിയിലേക്ക് കയറി. പാങ്ങിന്നാകുമ്പോൾ എപ്പോഴും ഗുരുവായൂർക്ക് ബസ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇതേ കുഞ്ഞു ഞങ്ങളോടൊക്കെ പറഞ്ഞ് കുഞ്ഞും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫുഡ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ബിരിയാണി നൂർക്കേടെ അടുത്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നൂർക്കേടെ ബിരിയാണി എൻ്റെ അമ്മയ്ക്ക് അത്ര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ സൂപ്പറാണ്. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് അമ്മലും അച്ഛനും കൂടിയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചതേ അവർ ഞങ്ങൾ കുറച്ച് ബിരിയാണി പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ കുറച്ച് പേരുള്ള വീട്ടിൽ. അപ്പോൾ അത് ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ എന്ന് വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് ബിരിയാണി പറഞ്ഞില്ല. അപ്പോൾ അതാ ബിരിയാണിക്ക് ദേ വന്ന് അമലൊക്കെ കൊണ്ടുവരാം കേട്ടോ. വീട്ടിൽ നിന്ന് പോയിട്ട് എടുത്തിട്ട് വന്നു. അച്ചാറും സർലാസും ചിക്കൻ വേറെയും ബിരിയാണി വേറെയും അങ്ങനെയാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല ഇങ്ങനെ നൂർക്കയുടെ ബിരിയാണി നല്ല ഇങ്ങനെ മയം ഉണ്ടാവും. ഞാൻ എന്നിട്ട് അമ്മോട് പറയും എങ്ങനെയാണ് ഈ മയം വരുന്നതെന്നൊക്കെ ചോദിക്കും കേട്ടോ. അത്രയും ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് വന്ന ശേഷം ഞങ്ങൾ ചൂടോടെ തന്നെ ഞങ്ങളെല്ലാവരും ബിരിയാണിയും
ചിക്കനും പിന്നെന്താ അച്ചാറും സർലാസും എല്ലാം കൂടി ഒരു പിടിക്കാതിരിക്കാൻ കേട്ടോ. അപ്പോൾ ആ അച്ഛൻ പറയുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പ്രേക്ഷേട്ടൻ എത്തിയിട്ടില്ല കേട്ടോ. പ്രേക്ഷേട്ടൻ കുറച്ച് കഴിഞ്ഞിട്ട് വരലും. ഇന്ന് പ്രേക്ഷേട്ടൻ ഓട്ടത്തിന് പോയിട്ടുണ്ട്, 2 ദിവസം ലീവായിരുന്നു. അത് കഴിഞ്ഞതേ പ്രേക്ഷേട്ടൻ എത്തി ഗൈസ്. പ്രേക്ഷേട്ടനും വന്നു. അപ്പോൾ ആദ്യമോ പോയിട്ട് അപ്പുറത്ത് കളിക്കായിരുന്നു. അച്ഛനെ കണ്ടോടുകൂടി ആൾ വേഗം ഓടി വരുന്നു. പ്രേക്ഷേട്ടൻ 2 ദിവസം ലീവിന് ശേഷം പോയതാണ് കേട്ടോ. ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ ആ ഓട്ടം കഴിഞ്ഞ് ഉച്ചയ്ക്ക് തന്നെ വേഗം വന്നു. കാരണം ചേച്ചിയൊക്കെ ഉള്ളതല്ലേ എന്ന് വെച്ചിട്ട് വീട്ടിലെ സ്പെൻഡ് ചെയ്യാലോ സമയം. ചേച്ചീനൊന്നും ഇങ്ങനെ കിട്ടാറില്ല. കേക്കൊക്കെ ഉണ്ടാക്കണ ചേച്ചിക്ക് ചെറിയ ബിസിനസ്സല്ലേ, അപ്പോൾ ബിസിനസ്സുകാരറിയാലോ. അങ്ങനെ കേക്ക് പെട്ടെന്ന് ഓർഡർ വന്നാൽ പോകണം. അപ്പോൾ അതുകൊണ്ട് ചേച്ചിയൊക്കെ ഉള്ളതിൽ വെച്ചിട്ട് പ്രേക്ഷേട്ടൻ ഉച്ചയ്ക്ക് തന്നെ പോന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളൊക്കെ വർത്താനം പറഞ്ഞിരിക്കുക. ചേച്ചി വീട്ടിലുണ്ടെങ്കിൽ ഒരു കളിക്കുടുക്കിയാണ് കേട്ടോ. ചേച്ചി വീട്ടിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. വെറുതെ ഓരോന്ന് പറഞ്ഞ് പൊട്ടത്തരങ്ങളുടെ ആശാത്തിയാണ് എൻ്റെ ചേച്ചി. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഓരോന്ന് പറയും. അമ്മ എല്ലാ പണിയും കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുക്കാനുള്ള പരിപാടി. ഇതൊക്കെ കേട്ടിട്ട് അമ്മ അവിടെ കിടക്കട്ടെ. അങ്ങനെ പ്രേക്ഷേട്ടനും ഞങ്ങളെല്ലാവരും കഴിച്ചില്ല. പ്രേക്ഷേട്ടനും ഫുഡ് കൊടുത്തു. ഓക്കെ ഗായ്സ്.